ഓക്കെ, ഇതും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനല്ല, പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഒരു സർട്ടൻ സമ്മ് അത് 3:4:5 എന്ന റേഷ്യോയിലായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടത്. പകരം അത് ഡിവൈഡ് ചെയ്ത റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3, 1/4, 1/5 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് പറയുന്നത്, നേരത്തെ ഏറ്റവും ലീസ്റ്റ് കിട്ടിയ ആൾക്ക് ഇപ്പോൾ 11,188 കൂടുതൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആദ്യമേ ഉള്ള റേഷ്യോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3:4:5. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ 5, 4, 9, 3, 12. 12 ആയിരുന്നു ആദ്യം ഇനിഷ്യലി ഉണ്ടായിരുന്ന സമ്മെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഡിവൈഡ് ചെയ്ത റേഷ്യോ 1/3, 1/4, 1/5 എന്ന റേഷ്യോയിലായിപ്പോയി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് റേഷ്യോയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ ഫ്രാക്ഷൻ മാറ്റാനായിട്ട് റേഷ്യോയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഓക്കെ, എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇതിൻ്റെ LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, LCM എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 60 എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ല എങ്കിൽ ഇവിടെ 1/, ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ആ ഭാഗം മാറ്റി വെക്കുക, ബാക്കി രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 4 20. ഇതിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് അത് മാറ്റി വെക്കുക, ബാക്കിയുള്ള രണ്ടും 5, 3, 15. അതുപോലെ തന്നെ ഇവിടെ 5 ആയതുകൊണ്ട് ഇത് രണ്ടും മാറ്റി വെക്കുക, ടോട്ടൽ. അപ്പോൾ ഇതായിരിക്കും റേഷ്യോ. അപ്പോൾ ഇതനുസരിച്ച് ടോട്ടൽ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27ഉം 47 എന്ന് പറഞ്ഞു വരും. പക്ഷേ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് സെയിം സമ്മാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സെയിം സമ്മ് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് സെയിം ആയിരിക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ 12ഉം ഇവിടെ ഇപ്പോൾ 47 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി ഇതിനെ 47 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഒരു മൊത്തം റേഷ്യോനെ 47 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 47 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? ഇതാണെങ്കിൽ 47 × 3 120ഉം 21 141 വരും. ഇതാണെങ്കിൽ 47 × 4 160ഉം 28 188. അടുത്തത് 47 × 5. ആക്ച്വലി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മാത്രം മതി, കാരണം ഏറ്റവും ലീസ്റ്റ് കിട്ടുന്ന അതിനല്ലേ. അപ്പോൾ നമുക്ക് അത് മാത്രം മതി സത്യം പറഞ്ഞാൽ. ഇത് നമ്മൾ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ 235 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. ഇതിനെ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 12 × 20 240. അടുത്ത 12 × 15. 12 × 15 എന്ന് പറയുമ്പോൾ 180. അടുത്ത 12 × 12 144. ഓക്കെ, ഇപ്പൊ എല്ലാ കണ്ടീഷനും ഓക്കെ. ഇതിന്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 3:4:5 ആയിരിക്കും. അതുപോലെ തന്നെ 240, 180, 144ന്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 20:15:12. ഇപ്പൊ എല്ലാ കണ്ടീഷനും ഓക്കെ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ലീസ്റ്റ് കിട്ടിയ ആൾക്ക് ഇപ്പോൾ എത്ര? 1188 കൂടുതൽ കിട്ടിയെന്നാണ് പറഞ്ഞത്. നമ്മുടെ റേഷ്യോ അനുസരിച്ച് നേരത്തെ 141 ആയിരുന്നു, ഇപ്പൊ 240 ആയി. അതായത് 240 - 141, 99 കൂടുതൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. 99 കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 99 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 118 തന്നിരിക്കുന്നത്. 99 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 118 തന്നിരിക്കുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ 12 പ്രാവശ്യം പോകും, 12 പ്രാവശ്യം പോകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. സം എത്ര വരും? സമ്മ് നമുക്കറിയാം 12 × 47 ആണ് നമ്മുടെ സമ്മ് വരുന്നത്. 12 × 47 ആണ് നമ്മുടെ സമ്മ് വരുന്നത്. അത് 12 × 47 യൂണിറ്റ്. ഓക്കെ, 12 × 47 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് 12 ആണെങ്കിൽ നമ്മുടെ സമ്മ് എത്രയായിരിക്കും? 12 × 12 × 47. 12 × 12 × 47, അതായത് 6768 ആയിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.